നമുക്കൊരു ലാസി മോമോ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാവും ഏറ്റവും ഈസി. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പ്രോപ്പർ വേയോ ഒത്തൻറ്റിക് റെസിപ്പിയോ ഒന്നുമല്ല, ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മോമോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് സോൾട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി ചിക്കനിൽ സോൾട്ട് ഉണ്ടാവും. പിന്നെ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൈദമാവ് കുഴച്ചതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഇതുപോലത്തെ ചെറിയ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫില്ലിംഗ് ആക്കി കൊടുത്തതിന് ശേഷം സൈഡിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനാക്കിയത് ഏകദേശം ഒരു അടയുടെ ഷേപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏത് ഷേപ്പായാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈഡ് അല്ല, എനിക്ക് സ്റ്റീംഡ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. നമ്മളിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് അധികം സമയം വെക്കണ്ട. കാരണം മൈദ ആയതുകൊണ്ട് ഹാർഡായി പോയി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ മൈദയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മോമോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലേക്ക് സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്